സത്യവിശ്വാസിയായ ഒരാൾക്ക് മരണശേഷം അദ്ദേഹം പ്രവർത്തിച്ചതിനു പുറമെ അദ്ദേഹത്തിന്റെ സത്യവിശ്വാസികളായ മക്കൾ പ്രവർത്തിച്ചതിന്റെയും പ്രതിഫലം ലഭിക്കുമെന്ന് പറയുന്നത് കേൾക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു പങ്ക് കിട്ടുമെന്ന് കേൾക്കുന്നു. ഇതിനെക്കുറിച്ച് എന്താണ് ഇസ്ലാമിക വീക്ഷണം എന്നാണ് ചോദ്യം. ചോദ്യകർത്താവ് ഉന്നയിച്ചതുപോലെ സ്വന്തം സന്താനങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അനുബന്ധമായി അനുകൂലമായ പ്രതിഫലം മാതാപിതാക്കൾക്കും ലഭിക്കുമെന്നുള്ളത് വാസ്തവമാണ്. മാതാപിതാക്കളാണ് ആ കുട്ടിയെ ഇസ്ലാമിൽ തർബിയത്ത് ചെയ്ത് വളർത്തിക്കൊണ്ടുവന്നത് എങ്കിൽ തീർച്ചയായിട്ടും ആ പ്രതിഫലത്തിന് അവർ അർഹരാണ്. വല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയത്തുഹും ബിഈമാൻ അൽഹഖനാ ബിഹിം ദുർരിയത്തഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ഷൈ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. സൂറത്ത് തൂറിലെ 21-ാമത്തെ ആയത്താണ്. സത്യവിശ്വാസികൾ, സത്യവിശ്വാസത്തോടുകൂടി അവരെ പിന്തുടർന്നു വന്ന മക്കൾ, ആ മക്കളെ അവരിലേക്ക് നാം ചേർത്തു കൊടുക്കുന്നതാണ്. അവരുടെ പ്രതിഫലത്തിൽ നിന്ന് യാതൊന്നും കുറവ് വരുത്തുന്നതല്ല. ഓരോ മനുഷ്യനും അവൻ പ്രവർത്തിച്ചതിന്റെ പണയവസ്തുവാണ് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. സത്യവിശ്വാസികളായി തന്നെ മക്കളെ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കൾക്ക് ആ മക്കളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാനുള്ള ഒരു അവസരം അള്ളാഹു സവിശേഷമായി നൽകുമെന്നും അങ്ങനെ നൽകുന്നതിന്റെ പേരിൽ മറ്റേതെങ്കിലും പ്രതിഫലത്തിൽ യാതൊരു കുറവും വരുത്തുന്നതല്ലെന്നുമുള്ള അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഏറ്റവും പ്രസിദ്ധമായ ഒരു ഹദീസിൽ നാം മനസ്സിലാക്കിയതനുസരിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്നുള്ള നിവേദനം, ഇദാ മാത ബിനു ആദമ ഇൻഖതാ അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരണമടഞ്ഞാൽ 3 കാര്യങ്ങൾ ഒഴികെ അവന്റെ പ്രവർത്തനങ്ങളെല്ലാം മുറിഞ്ഞു പോകും. അതേതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? സദഖത്തിൻ ജാരിയ, വഇൽമിൻ യുൻതഫഉ ബിഹി ഔ വലദിൻ സ്വാലിഹിൻ യദഊല. 1 ജാരിയത്തായ സദഖയാണ്, 2 പ്രയോജനപ്രദമായ വിജ്ഞാനമാണ്, 3-മതായി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ചോദ്യത്തിൽ സൂചിപ്പിക്കപ്പെട്ട വിഷയം ഔ വലദിൻ സ്വാലിഹിൻ യദഊലഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ ഒരു സന്താനം. ഈ സ്വാലിഹായ സന്താനം യഥാർത്ഥത്തിൽ മാതാപിതാക്കളുടെ കസ്ബ്, സമ്പാദ്യം തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത. ഇതിന്റെ ശറഹിൽ ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഫഇന്നൽ വലദ മിൻ കസ്ബിഹി, തീർച്ചയായും ഒരു സന്താനം, ഒരു മകൻ അല്ലെങ്കിൽ മകൾ ആ മാതാപിതാക്കളുടെ സമ്പാദ്യം തന്നെയാണ്. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ഹദീസ് മറ്റൊന്ന് കാണാനുണ്ട്, ഇന്ന അത്യബ മാ അക്കല റജുലു മിൻ കസ്ബി, തീർച്ചയായും ഒരു മനുഷ്യൻ ഭക്ഷിക്കുന്നതിൽ ഏറ്റവും വിശിഷ്ടമായത് സ്വന്തം സമ്പാദ്യത്തിൽ നിന്നുള്ള ഭക്ഷണമാണ്. നാം അധ്വാനിച്ച് അതിന്റെ വരുമാനത്തിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും മികച്ച ഭക്ഷണം. വ ഇന്ന വലദഹു മിൻ കസ്ബിഹി, തീർച്ചയായും അവന്റെ സന്താനം അവന്റെ സമ്പാദ്യത്തിൽപ്പെട്ടതു തന്നെയാണ്. അപ്പോൾ നമ്മുടെ മക്കൾ നമ്മുടെ സമ്പാദ്യം തന്നെ ആയതുകൊണ്ട് അവർ നമ്മുടെ തർബിയത്തിന് കീഴിൽ ഇസ്ലാമികമായി വളരുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള അമലുകൾ അവർ ചെയ്യുകയും ചെയ്താൽ അവരുടെ അമലുകൾക്ക് പൂർണ്ണമായി പ്രതിഫലം നൽകുന്നതോടൊപ്പം തന്നെ അതിന്റെ ഒരു പ്രതിഫലം അഥവാ ഒരു പങ്ക് മക്കളുടേത് കുറയാതെ തന്നെ മാതാപിതാക്കൾക്ക് നൽകും എന്നാണ് ഈ പറഞ്ഞതിന്റെ എല്ലാം ചുരുക്കം. ഖുറൈബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ്, അദ്ദേഹം പറഞ്ഞു, അന്നംറഅതൻ റഫഅത്ത് സബിയൻ ഫഖാലത്ത്, ഒരു സ്ത്രീ തന്റെ ഒരു കുഞ്ഞിനെ എടുത്തുയർത്തിയിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അലിഹാദ ഹജ്ജുൻ, ഈ കുട്ടിക്ക് ഹജ്ജുണ്ടോ എന്ന് ചോദിച്ചു. പ്രായപൂർത്തിയാകാത്ത ഒരു കുഞ്ഞ്, അവന് ഹജ്ജുണ്ടോ എന്നാണ് ചോദ്യം. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാം വലക്കി അജ്റുൻ, ആ കുട്ടിക്ക് ഹജ്ജുണ്ട്, കൂലി നിനക്കാണ്. അപ്പൊ ആ കുട്ടിയാണ് ഹജ്ജ് ചെയ്തതെങ്കിലും അതിന്റെ പ്രതിഫലം ഉമ്മയ്ക്കാണ് എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. അതേപ്രകാരം തന്നെ മക്കളുടെ പ്രാർത്ഥന മാതാപിതാക്കൾക്ക് പ്രയോജനം ചെയ്യപ്പെടും എന്നുള്ളത് തർക്കമറ്റൊരു സംഗതിയാണ്. മക്കൾ തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, അവർക്ക് വേണ്ടി സദഖ നൽകുന്നു, അതേപോലെ മാതാപിതാക്കളുടെ പേരിൽ ഹജ്ജോ ഉംറയോ നിർവഹിക്കുന്നു. ഇതെല്ലാം മാതാപിതാക്കൾക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുമെന്നുള്ള കാര്യം സ്ഥിരപ്പെട്ട ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്. ഖുർആനിന്റെ ആഹ്വാനം, വഖുർ റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറ, നീ ആ ഇരുവരോടും കാരുണ്യം ചൊരിയണമേ, അവർ എന്നെ ചെറുപ്പകാലത്ത് വളർത്തിയതുപോലെ. അപ്പൊ മാതാപിതാക്കൾ തന്നെ വളർത്തിയതുപോലെ നീ ആ 2 പേർക്കും കാരുണ്യം ചൊരിയണമേ എന്റെ രക്ഷിതാവേ, എന്റെ റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ ഖുർആൻ തന്നെ മക്കളോട് കൽപ്പിച്ചത് കാണാം. അപ്പോൾ മക്കളുടെ പ്രാർത്ഥന മാതാപിതാക്കൾക്ക് ഫലം ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാതാപിതാക്കൾ മക്കളെ തർബിയത്ത് ചെയ്ത് ഇസ്ലാമിന്റെ ശരിയായ വിശ്വാസവും അതേപോലെ തന്നെ കർമാനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമെല്ലാം അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ പഠിപ്പിച്ചു വളർത്തിക്കൊണ്ടുവരുമ്പോൾ മൻ ദാ ഇലാ ഹുദ, ഒരു സന്മാർഗത്തിലേക്ക് നാം ക്ഷണിച്ചാൽ ഫഇന്ന ലഹു മിനൽ അജ്രി, തീർച്ചയായിട്ടും ആ ക്ഷണിക്കുന്നയാൾക്ക് അതിന്റെ കൂലിയുണ്ട്. മിസ്ല ഉജൂരി മൻ തബിയഹു, ആ ക്ഷണം സ്വീകരിച്ച് അതിനെ പിൻപറ്റിയ ആൾക്ക് പ്രതിഫലമുള്ളതുപോലെ. ഇത് ഏറ്റവും ഇതിന് അർഹരായിട്ടുള്ളത് മാതാപിതാക്കൾ തന്നെയാണ്.
കാരണം മക്കളെ ദീനിന്റെ അടിസ്ഥാനത്തിൽ വളരാൻ വേണ്ടി അവരെ പ്രേരിപ്പിച്ചതും അവരെ പഠിപ്പിച്ചതും അവരെ ആ മാർഗത്തിലേക്ക് ക്ഷണിച്ചതും മാതാപിതാക്കളാകുമ്പോൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പൊതുവായും അവർക്ക് പ്രതിഫലമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു സംഗതിയാണ്. സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ് ഇപ്രകാരമാണ്: അൻ ആയിഷത്ത റളിയല്ലാഹു അൻഹ അന്ന റജുലൻ അത്തൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ. തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു എന്നിട്ട് പറഞ്ഞു: യാ റസൂലല്ലാഹ്, ഇന്ന ഉമ്മി ഫ്തുലിതത് നഫ്സഹാ വലം തൂസി. അല്ലാഹുവിന്റെ റസൂലെ, തീർച്ചയായും എന്റെ ഉമ്മ വളരെ പെട്ടെന്ന് മരണമടഞ്ഞു, അവർ വസിയത്തൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിക്കുന്നു അവർ സംസാരിക്കുകയായിരുന്നുവെങ്കിൽ സ്വതക്ക നൽകിയേനെ, അഥവാ പാവങ്ങൾക്ക് സ്വതക്ക കൊടുക്കണം എന്ന് അവർ വസിയത്ത് ചെയ്തേനെ. അഫലഹ അജ്റുൻ, അപ്പോൾ അവർക്ക് അതിന് പ്രതിഫലം ലഭിക്കുമോ? ഇൻ തസദ്ദഖ്തു, ഞാൻ സ്വതക്ക കൊടുത്താൽ അൻഹ, അവർക്ക് വേണ്ടി. അപ്പോൾ ഉമ്മ ഒരു പക്ഷേ വസിയത്ത് ചെയ്തിരുന്നെങ്കിൽ അവരുടെ പ്രകൃതം അനുസരിച്ച് അവർ പാവങ്ങൾക്ക് സ്വതക്ക നൽകാനായി വസിയത്ത് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അവർ ചെയ്തിട്ടില്ല. പെട്ടെന്നാണ് അവരുടെ മരണമുണ്ടായത്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ സ്വതക്ക നൽകിയാൽ അവർക്ക് പ്രതിഫലം ലഭിക്കുമോ എന്നാണ് ചോദ്യം. ഖാല നഅം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അവർക്ക് പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ്. മറ്റൊരു ഹദീസ് ബുറൈദ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്നു. അദ്ദേഹം പറഞ്ഞു: അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മൻ ഖറഅൽ ഖുർആന വതഅല്ലമഹു വഅമില ബിഹി ഉൽബിസ യൗമൽ ഖിയാമത്തി താജൻ മിൻ നൂർ. ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുകയും അത് പഠിക്കുകയും അത് അമലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ അയാൾക്ക് ഖിയാമത്ത് നാളിൽ ഒരു കിരീടം അണിയിക്കപ്പെടും. ഖിയാമത്ത് നാളിൽ അയാൾക്ക് ഒരു കിരീടം അണിയിക്കപ്പെടും. മിൻ നൂരിൻ, പ്രകാശത്തിൽ നിന്നുള്ള. ലൗഉഹു മിസ്ലു ലൗഇ ശംസി, അതിന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയാണ്. വയുക്സാ വാലിദാഹു ഹുല്ലത്തൈൻ, അവന്റെ മാതാപിതാക്കൾക്ക് 2 ആഭരണങ്ങൾ അണിയിക്കപ്പെടും. ലാ യഖൂമു ബിഹിമദ് ദുനിയ, അത് രണ്ടിനും ദുനിയാവ് പകരം നിൽക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ആ 2 ആഭരണങ്ങൾ അതൊരിക്കലും ദുനിയാവിലുള്ള മുഴുവൻ സമ്പാദ്യങ്ങളും ചേർത്ത് വെച്ചാലും അതിനേക്കാളും മുകളിലായിരിക്കും. അത്രയും ഉന്നതമായ ആഭരണങ്ങളാണ് അവർ അണിയിക്കപ്പെടുന്നത്. അപ്പൊ ആ 2 പേരും ദുനിയാവിൽ പ്രവർത്തിച്ച ഒരു പ്രവർത്തനത്തിന്റെ പേരിലല്ലാതെയാണ് അവർക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? ആ ആഭരണം അണിയിക്കപ്പെട്ടത്. ഫയഖൂലാനി, അപ്പോൾ ആ 2 പേരും പറയും: ബിമ കുസീന, ഞങ്ങൾക്ക് എന്തിനാണ് ഈ ആഭരണം ധരിപ്പിക്കപ്പെട്ടത്? ഫയുഖാലു, അപ്പോൾ പറയപ്പെടും: ബി അഖ്ദി വലദികുമൽ ഖുർആൻ, നിങ്ങൾ 2 പേരുടെയും സന്താനം ഖുർആൻ സ്വീകരിച്ചതിന്റെ പേരിൽ. അപ്പോൾ മക്കൾ ഖുർആൻ പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും പാരായണം ചെയ്യുകയും എല്ലാം ചെയ്തതിന്റെ പേരിൽ മാതാപിതാക്കൾക്ക് പരലോകത്ത് പ്രതിഫലം ലഭിക്കും എന്നാണ് ഇമാം ഹാക്കിം ഉദ്ധരിച്ചിട്ടുള്ള ഈ സ്വഹീഹായ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു ഹദീസ് ഇപ്രകാരമാണ്: സബോൻ യജ്രി ലിൽ അബ്ദി അജ്റഹുന്ന, 7 കാര്യങ്ങളുണ്ട്, അത് മുഖേന ഒരു അടിമക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുമ്പോൾ ഹുവ ഫീ ഖബ്രിഹി ബഅദ മൗതിഹി, അവന്റെ മരണശേഷം ഖബറിലായിരിക്കുമ്പോൾ ഖബറിലേക്ക് പ്രതിഫലം ലഭിക്കുന്ന 7 കാര്യങ്ങളുണ്ട്. ആ 7 കാര്യങ്ങളിൽ മൻ അല്ലമ ഇൽമൻ, ഒരാളെ അറിവ് പഠിപ്പിക്കുക, ഔ അജ്റ നെഹ്റൻ, ഒരു നദി ഒഴുക്കുക, ഔ ഹഫറ ബിഅറൻ, ഒരു കിണർ കുഴിക്കുക, ഔ അറസ നഖ്ലൻ, ഈത്തപ്പന നട്ടുപിടിപ്പിക്കുക, ഔ ബനാ മസ്ജിദൻ, അല്ലെങ്കിൽ ഒരു പള്ളി നിർമ്മിക്കുക, ഔ വറസ മുസ്ഹഫൻ, അല്ലെങ്കിൽ ഒരു മുസ്ഹഫ് അനന്തരമായി നൽകുക. പിന്നീട് പറയുന്നത്, അവസാനമായി പറയുന്നത്, ഔ തറക വലദൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതിഹി, അല്ലെങ്കിൽ തന്റെ മരണശേഷവും അവന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്ന, പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്ന ഒരു മകനെ വിട്ടേച്ചു പോവുക. അപ്പോൾ ഒരു ഉമ്മയോ ഉപ്പയോ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, തനിക്ക് വേണ്ടി അള്ളാഹുവോട് മഗ്ഫിറത്തിനെ ചോദിക്കുന്ന, അതായത് റബ്ബി ഗ്ഫിർലി വലി വാലിദയ്യ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സന്താനത്തെ, ഒരു മകനെയോ മകളെയോ വിട്ടേച്ചു പോയാൽ അത് ഖബറിലേക്ക് പ്രയോജനപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. മൻ ഖറഅൽ ഖുർആന വതഅല്ലമഹു വഅമില ബിഹി, നേരത്തെ നമ്മൾ വായിച്ച ഹദീസാണ്. ഖുർആൻ ഓതുകയും അത് പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ ഉൽബിസ യൗമൽ ഖിയാമത്തി താജൻ മിൻ നൂർ, ഖിയാമത്ത് നാളിൽ അവൻ പ്രകാശത്തിൽ നിന്നൊരു കിരീടം അണിയിക്കപ്പെടും. ലൗഉഹു മിസ്ലു ലൗഇ ശംസി, അതിന്റെ വെളിച്ചം സൂര്യന്റെ വെളിച്ചം പോലെ തന്നെയാണ്. വയുക്സാ വാലിദൈഹി ഹുല്ലത്താനി ലാ യഖൂമു ബിഹിമദ് ദുനിയ, അത് രണ്ടിനും ദുനിയാവ് പകരം നിൽക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ആ 2 ആഭരണങ്ങൾ അതൊരിക്കലും ദുനിയാവിലുള്ള മുഴുവൻ സമ്പാദ്യങ്ങളും ചേർത്ത് വെച്ചാലും അതിനേക്കാളും മുകളിലായിരിക്കും. അത്രയും ഉന്നതമായ ആഭരണങ്ങളാണ് അവർ അണിയിക്കപ്പെടുന്നത്. ഫയഖൂലാനി ബിമാ ഖുസീന, എന്തിന്റെ പേരിലാണ് ഞങ്ങൾക്ക് ഇത് അണിയിക്കപ്പെട്ടത്? ഫയുഖാലു ബി അഖ്ദി വലദികുമൽ ഖുർആൻ, മറ്റൊരു റിപ്പോർട്ടിലത് ബി അഖ്ദി വലദികുമൽ ഖുർആൻ, നിങ്ങളുടെ സന്താനം ഖുർആൻ സ്വീകരിച്ചതിന്റെ പേരിൽ എന്നാണ്.
ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് മാതാപിതാക്കൾക്ക് അവരുടെ മക്കളുടെ പുണ്യ പ്രവർത്തനങ്ങളുടെ പ്രതിഫലത്തിന്റെ ഒരു പങ്ക് തീർച്ചയായും ലഭിക്കും എന്നുള്ളതാണ്. ഇത് മക്കളെ ദീനിൽ വളർത്തിയെടുക്കാനും അവരുടെ ദീനിന്റെ കാര്യത്തിൽ അങ്ങേയറ്റം താല്പര്യമുണ്ടാകാനും പ്രേരിപ്പിക്കുന്ന നിരവധി തെളിവുകളാണ് നാം ഇവിടെ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മുടെ സന്താനങ്ങൾ നമുക്ക് പരലോകത്തും പ്രയോജനപ്പെടുമാറ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ദീനിൽ വളർത്തുമാറാകട്ടെ. നമ്മുടെ മക്കളെ ദീനിന്റെ അടിസ്ഥാനത്തിൽ തർബിയത്ത് ചെയ്തു കൊണ്ടുവരാനുള്ള തൗഫീഖ് അവൻ നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ